Students, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതുവരെ എടുത്തിരുന്നത് ആൾജിബ്ര. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നോക്കിയാൽ ഇതിന് മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ ആൾജിബ്രയെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആൾജിബ്ര ആയിട്ട് നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ലാത്ത എന്നാൽ മാത്തമാറ്റിക്സിന്റെ തന്നെ വളരെ അപ്ലൈഡ് മാത്തമാറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു പേപ്പറാണ് ഇനി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ മറ്റു പല കാര്യങ്ങളും, അതിന്റെ ഡിഫറൻസിയേഷനും അതിന്റെ കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾസ് നിങ്ങൾ കണ്ടിന്യൂറ്റി പഠിച്ചിട്ടുണ്ട്, ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്, ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്, ഇന്റഗ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് നേരെ നമ്മൾ ഹയർ വേരിയബിളുകൾ, ഹയർ നമ്പർ ഓഫ് വേരിയബിൾസ് ഉള്ള അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസിന്റെ ഹയർ ലെവലിലേക്ക് അല്ല നമ്മൾ പോകുന്നത്. 2-3 വേരിയബിൾസ് വരുന്ന ഫങ്ഷൻസ് ആയിരിക്കും നമ്മൾ ഈ പേപ്പറിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ടോപ്പിക്കുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് y ഡിപെൻഡ്സ് ഓൺലി ഓൺ എ സിംഗിൾ വേരിയബിൾ x. y is a real number that depends on another real number or single real number x. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഇത് ഞാൻ പറയാത്തന്നെ അറിയാം. ചിലപ്പോൾ ഈ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ എങ്കിലും ഇതിന്റെ ബേസിസിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ y equal f of x എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ആണ്. y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിളും x എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. x മാറുന്നതിനനുസരിച്ചാണ് y യുടെ വാല്യൂ കിടക്കുന്നത്. y depends on x. അപ്പോൾ y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ, x എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പോൾ this is a function of single variable. Now function of two variables എന്തായിരിക്കും? അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of x equal to say x square അല്ലെങ്കിൽ y equal to x square minus 1, ഈ തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇതൊക്കെ നിങ്ങൾ കാൽക്കുലസ് 1 എന്ന് പറയുന്ന ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ കാൽക്കുലസ് പഠിക്കുമ്പോൾ തന്നെ +2 മുതൽ പഠിക്കുന്നതാണ്. y equal to ഈ ഒരു വേരിയബിളിന്റെ ഫംഗ്ഷൻസ്. ഇനി ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് എന്ന് പറയുന്ന ഈ തരത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് പറയുന്നത് z equal to f of xy. z എന്ന് പറയുന്ന വേരിയബിൾ xy എന്ന് പറയുന്ന രണ്ട് വേരിയബിളുകൾ ഡിപെൻഡ് ചെയ്യുന്നു. ഇവിടെയും ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ z ആണ്. x ഓ y ഓ മാറി കഴിഞ്ഞാൽ z മാറും. അപ്പോൾ z is a dependent variable. ഓർക്കുക, x മാറിയത് കൊണ്ട് y ക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. അതേപോലെ y മാറിയത് കൊണ്ട് x നും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. പക്ഷേ z അങ്ങനെയല്ല. Either x or y, a small change in x or small change in y or change in both x and y will change z. So z is a dependent variable and x and y are independent variables. So ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് നമ്മൾ പറയാം z equal to f of xy. വളരെ ബേസിക് ആയ വളരെ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ ആണ് ഏരിയ. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. L into B. ഇത് നിങ്ങൾക്ക് ഏരിയ ഓഫ് റെക്ടാംഗിൾ is length into breadth ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. either length മാറുക or breadth. If the breadth changes then the area will change. അപ്പോൾ area is a function of two variables, length L and B, length and breadth. ഇങ്ങനെ ഒരുപാട് ഈ റിയൽ ലൈഫിൽ ഒരുപാട് എക്സാമ്പിളുകൾ, ഒരുപാട് ഫംഗ്ഷൻസ് ഇതേപോലെ ഉണ്ട്. അപ്പോൾ in general z equal f of xy is the general form of a function of two variables. Now function of 3 വേരിയബിൾ ആണെങ്കിലോ w equal to f of xy z. അവിടെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് w ആണ്. x y z എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ x ലോ y ലോ z ലോ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ w ൽ ചേഞ്ച് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ്. വോളിയം ഓഫ് എ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബോയിഡ് എന്നാണെങ്കിലും വോളിയം എന്ന് പറഞ്ഞാൽ ടാങ്കിന്റെ വോളിയം നമ്മൾ കണക്കാക്കുന്നത് ഇങ്ങനെയാണ്, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ് ആണ്. ഇവിടെ വോളിയം ഡിപെൻഡ്സ് ഓൺ ലെങ്ത്, breadth and height. If any of these variable changes, then there will be a corresponding change in the volume. Appo volume is a function of 3 variables. Area is a function of 2 variables. So 1 variable, 2 variable, 3 variable. ഇതിനെ നമ്മൾ ഹയർ ലെവലിലേക്ക് ജനറലൈസ് ചെയ്താൽ എന്താ സംഭവിക്കുക? അപ്പോഴാണ് നമുക്ക് ഫംഗ്ഷൻസ് ഓഫ് n വേരിയബിൾസ്, ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മൾ അത്രയും ലെവലിലേക്ക് നമ്മൾ പോയി ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ 2 and 3 വേരിയബിൾസിൽ ഒതുങ്ങും. ഹയർ ലെവലിലേക്ക് നമുക്ക് ഈ UG ലെവലിൽ പോകാൻ സാധിക്കില്ല. അപ്പോ ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്താണ്? അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ 1 വേരിയബിൾ, 2 വേരിയബിൾ, 3 വേരിയബിൾ നമ്മൾ പറഞ്ഞു. ഇതിനെ n വേരിയബിളുകളിലേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾ. ഇതെല്ലാം ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് തന്നെയാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇത് 2 വേരിയബിൾ ആണ്, ഇത് 3 വേരിയബിൾ ആണ്, ഇത് സിംഗിൾ വേരിയബിൾ ആണ് എന്ന് മാത്രം. ഇൻ ജനറൽ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു d എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കണം.
D എന്ന് പറഞ്ഞാൽ it is a collection of n tuples x1, x2, etc. xn such that xi element of R. അതായത് R raised to n എന്ന് വേണമെങ്കിൽ പറയാം. nth dimensional സ്പേസിലെ ഒരു പോയിന്റ് ആണ് ഈ കാണുന്നത് D. ആ പോയിന്റുകളുടെ കളക്ഷൻ ആണ്. ഒരു പോയിന്റുകൾ കുറെ പോയിന്റുകളുടെ കളക്ഷൻ ആണ് ഈ D എന്ന് പറയുന്നത്. D equal to x1, x2, etc. xn such that xi element of R. But this will be obviously a subset of R raised to n. അപ്പോ a real valued function f on D, റിയൽ വാല്യൂ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. മറ്റേ ലെവലിലേക്ക് പോകുന്നില്ല ഈ യുജിയിൽ. അപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എഫിന്റെ ഡെഫിനേഷൻ ആണ്. അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ സിലബസിൽ ഈ പേപ്പറിൽ കണക്കാക്കുന്നത്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് on D is a rule that assigns a unique real number, say w equal to f of x1, x2, etc. xn to each element x1, x2, etc. xn in D. അതായത് ഈ D എന്ന് പറയുന്ന സെറ്റിലെ ഓരോ എലിമെന്റിനെയും മറ്റൊരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു റൂളാണ് എഫ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസ്. അപ്പോൾ w equal to f of x1, x2, etc. xn എന്നുള്ള രീതിയിലുള്ള ആ ഫംഗ്ഷനുകളെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസ് പറയുന്നത്. ഇതിൽ n വേരിയബിൾസ് ആണുള്ളത്. ഇതിൽ x1, x2, etc. xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. And w depends on all of these variables. So w is a dependent variable. W എന്ന് പറയുന്നത് dependent variable ആണ്. x1, x2, etc. xn എന്ന് പറയുന്നത് independent variables ആണ്. അപ്പോൾ in general a rule that assigns the n tuple x1, x2, etc. xn to a real number is called a function of several variables, and it is generally given by w equal to f of x1, x2, etc. xn, where this x1, x2, etc. xn is a member of D, which is a subset of R raised to n. അപ്പോൾ D എന്ന് പറയുന്ന ഈ സെറ്റിനെ ഈ ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, R raised to n ന്റെ ഏത് സബ്സെറ്റിലാണോ ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ആ D എന്ന് പറയുന്നതിനെ നമ്മൾ ഡൊമെയിൻ, നമ്മൾ സിംഗിൾ വേരിയബിളിന്റെ ഒക്കെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. എവിടെയാണോ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത് ആ സെറ്റിനെ നമ്മൾ ഡൊമെയിൻ. അപ്പോൾ ഇവിടെ ഡിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡിയിലത്തെ എല്ലാ നമ്പറുകൾക്കും എഫ് ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഇൻ ദാറ്റ് കേസ് D is called the domain. ഈ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് w എന്ന് പറയുന്നതാണ് ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സാധാരണ ഫംഗ്ഷൻ y equal to f of x പോലെ തന്നെ ഡൊമെയിനും റേഞ്ചും പറയാം. y equal to f of x ന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ those values of x which have images. അതിനെയാണ് നമ്മൾ മുന്നേ കാൽക്കുലസിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ഡെഫിനിഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഈ d എന്ന് പറയുന്നതാണ് ഈ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസ്. f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസിന്റെ ഡൊമെയിൻ. w കളുടെ കളക്ഷൻ, ഓരോ വാല്യൂസ് x1, x2 എന്ന് പറഞ്ഞ വാല്യൂസ്, ഒരു n ട്യൂപ്പിളിന്റെ വാല്യൂ, അടുത്ത n ട്യൂപ്പിളിന്റെ വാല്യൂ, മൂന്നാമത്തെ n ട്യൂപ്പിളിന്റെ വാല്യൂ, അങ്ങനെ ഈ n ട്യൂപ്പിളുകളുടെ വാല്യൂ ഒരു കളക്ഷൻ ഫോം ചെയ്യും. ആ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത്. സിംഗിൾ വേരിയബിളിന്റെ കേസിലുള്ള അതേപോലെ തന്നെയാണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, note that the domain D is restricted to those values so that we obtain a real value for w. അതായത് ഈ ഡൊമൈനിന്റെ അർത്ഥത്രേ ഉള്ളൂ. ഡൊമൈൻ എന്ന് പറയുന്ന എടുക്കുന്ന പോയിന്റുകൾ ഈ ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻഡ് ആയിട്ടുള്ളത് ആ പോയിന്റുകളെയാണ് നമ്മൾ ഡൊമൈൻ, ആ പോയിന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലെങ്കിൽ അത് അതിന്റെ ഡൊമൈനിൽ വരില്ല. അപ്പോൾ ഡൊമൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫംഗ്ഷൻ എവിടെയൊക്കെയാണോ ഡിഫൈൻഡ് ആയി എക്സിസ്റ്റ് ചെയ്യുന്നത്, wherever the collection of those points where this function w equal f is f of x1, x2, x is defined, well defined, ആ പോയിന്റുകളെ മാത്രമാണ് നമ്മൾ ഡൊമൈൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതാണ് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡെഫിനേഷൻ. ഇപ്പൊ ഇത് ഒരു മോസ്റ്റ് ജനറൽ ഫോം ആണ്. n equal to 1 വരുമ്പോൾ നമുക്ക് ഒരു ആദ്യത്തെ കേസ് കിട്ടും, y equal to f of x, x1 f ഒറ്റ വേരിയബിളേ ഉള്ളൂ. n equal to 2 വരുമ്പോൾ x1, x2 അല്ലെങ്കിൽ xy, z equal to f of xy രണ്ടാമത്തെ കേസ് കിട്ടും. n equal to 3 വന്നു കഴിഞ്ഞാൽ w equal to x1, x2, x3 ന് പകരം xy, z. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് കിട്ടും. ഇൻ ജനറൽ നമ്മൾ ഈ ഡെഫിനിഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. We will always be discussing, most probably in 95% of the cases we will be discussing, or 100% of the cases we will be discussing only the function of 2 variables, the function of 3 variables, and most probably 90% of the cases will be dealing with function of 2 variables. 3 variables ലേക്കും ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഡിഫറൻഷ്യബിലിറ്റിക്ക് ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് വിഷ്വലൈസ് ചെയ്യാനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ UG ലെവലിൽ നമ്മൾ അധികവും 2 വേരിയബിൾ ഫംഗ്ഷനുകളെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ 3 വേരിയബിൾ ഫംഗ്ഷൻസ് ഉണ്ടാകും. ഇൻ ജനറൽ ഇതാണ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസ്. അപ്പോൾ ഒന്നുമില്ല, ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ കുറെ വേരിയബിൾ ഈ തരത്തിലുള്ള f of x1, x2, etc. xn എന്ന് പറയുന്ന ഫംഗ്ഷനുകളെയാണ്. ഒരുപാട് വേരിയബിളുകൾ ഉണ്ടാവും അതിൽ. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾ എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. w എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ദിസ് ഈസ് എ ബേസിക്
ഇൻട്രൊഡക്ഷൻ ടു ഫംഗ്ഷൻ ഓഫ്. ഇനിയും കാര്യങ്ങളുണ്ട്, ഒരു ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡെഫിനിഷൻസ് ഒക്കെ പറയാൻ വേണ്ടി ക്ലാസ്സിൽ മുഴുവൻ കഴിയില്ല, ഈ വീഡിയോയിൽ മുഴുവൻ കഴിയില്ല, അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് വേറെ ഡെഫിനിഷൻസിലേക്ക് പോകണം. അപ്പോൾ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ. അപ്പോൾ ഞാൻ ഇവിടെ ഡൊമൈനും റേഞ്ചും പറഞ്ഞു, അത് വെച്ചിട്ടുള്ള 2-3 ചെറിയ പ്രോബ്ലംസ് ആണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് f of x y z equal to x root of x square plus y square plus z square. Also find the range of f. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ root of x square plus y square plus z square. ഇതിന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ആ ഡിഫൈൻ ചെയ്തിട്ടുള്ള കളക്ഷൻ പോയിന്റുകളുടെ കളക്ഷൻ ആണ് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ എവിടെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്കറിയാം, സ്ക്വയർ ആണ്. റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിയൽ നമ്പറിന്റെ കേസിൽ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് മാത്രമേ റൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. സീറോയിലും പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് മാത്രമേ റൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം പറയുന്നത് റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ റൂട്ടിന്റെ ഉള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് മാത്രമേ ഡൊമൈനുകളിൽ വരുള്ളൂ. പക്ഷേ ഓർക്കുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. എക്സും വൈയും ഇസെഡും എന്ത് തന്നെയാണെങ്കിലും ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഇസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പൊ ഏത് എക്സ് വൈ ഇസെഡ് എന്ന് പറയുന്ന ഏത് വാല്യൂ എക്സ് വൈ ഇസെഡ് എടുത്തു കഴിഞ്ഞാലും ഈ ഫംഗ്ഷന് നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഇസ് ഓൾവേസ് പോസിറ്റീവ്. അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പോസിറ്റീവ് നമ്പറുകൾക്ക് സീറോയിലും പോസിറ്റീവ് നമ്പറുകൾക്ക് റൂട്ട് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് എക്സ് വൈ സെഡ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡൊമൈൻ ഡി ഈസ് ദ കളക്ഷൻ എക്സ് വൈ ഇസെഡ് such that x y z element of r. ഏതൊരു x y z നും ഇത് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതായത് this is nothing but the 3-dimensional space r cube. അപ്പോൾ സ്പേസിലുള്ള എല്ലാ പോയിന്റുകളിലും ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ r cube ആണ് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിട്ട് വരിക. കാരണം ഏത് r cube ഏത് പോയിന്റ് എടുത്താലും we can find the value of the function. x square plus y square plus z square കണ്ടുപിടിക്കുക, റൂട്ട് എടുക്കുക, വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ r cube ആണ് അതിന്റെ ഡൊമൈൻ വരിക, the whole 3-dimensional space. Now what will be the range? Range എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ബ്രോഡ് ആയിട്ടുള്ള ഇതേ പറയാൻ സാധിക്കുള്ളൂ. റേഞ്ചിനെ കുറിച്ച് ഡെപ്തിലേക്ക് പോകുമ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യത. ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഫംഗ്ഷന്റെ റേഞ്ച്, അതായത് ഇമേജ് ഏത് സെറ്റിലാണ് കിടക്കുക, അല്ലെങ്കിൽ ഇമേജുകളുടെ കളക്ഷൻ എന്താ. ഇവിടെ ഓർക്കുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. റൂട്ട് എടുക്കുന്നു, അതും പോസിറ്റീവ് തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടുകയില്ല. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ സീറോയോ അതല്ലെങ്കിൽ ഏതെങ്കിലും റൂട്ട് ആകുമ്പോൾ ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഇമേജ് ആയിട്ട് എപ്പോഴും കിട്ടുകയുള്ളൂ. അല്ലാതെ വേറെ നമ്പറുകളൊന്നും നിങ്ങൾക്ക് ഇതിന്റെ ഇമേജ് ആയിട്ട് കിട്ടില്ല. സോ അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് വിൽ ബി ദ കളക്ഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് സീറോ. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ഇൻഫിനിറ്റി ആയിരിക്കും, ഇൻക്ലൂഡിംഗ് സീറോ. എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. 0 0 0 എന്ന് പറയുന്ന പോയിന്റിന്റെ ഇമേജ് 0 ആണ്. പിന്നെ അവിടെ പിന്നെ എക്സിന് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിയൽ നമ്പറേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓൾവേസ് ദ റേഞ്ച് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ 0 ഓപ്പൺ അറ്റ് ഇൻഫിനിറ്റി. 0 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ സെറ്റ് ആയിരിക്കും ഈ ഫംഗ്ഷന്റെ റേഞ്ച് ആയിട്ട്. നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ദ ഹോൾ 3-dimensional സ്പേസും റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇൻഫിനിറ്റിയുമാണ്. Now this is a very simple problem. Now come to the next problem. F of xy equal to root of y minus x square. Again find the domain and find the range. എന്തായിരിക്കും ഡൊമൈൻ വരെ? ഫൈൻഡ് ദ ഡൊമൈൻ ആണ്. നമ്മൾ റേഞ്ച് നിങ്ങൾക്ക് അറിയാം, അത് ഇതേപോലെ തന്നെയായിരിക്കും, 0 ഇൻഫിനിറ്റി തന്നെയായിരിക്കും. എനിവേ വാട്ട് വിൽ ബി ദ ഡൊമൈൻ? ഈ ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്? ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ എന്ത് വേണം? റൂട്ട് ഓഫ് y മൈനസ് എക്സ് സ്ക്വയർ ആണ്. റൂട്ട് ഇസ് ഡിഫൈൻഡ് ഓൺലി വെൻ ദ ക്വാണ്ടിറ്റി ഇൻസൈഡ് ദാറ്റ് റൂട്ട് ഈസ് 0 ഓർ പോസിറ്റീവ്. അപ്പൊ ദിസ് ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഓൺലി ഫോർ y minus x square greater than or equal to 0. Obvious ആണ്. y minus x square greater than or equal to 0 വന്നാൽ മാത്രമേ ഈ റൂട്ടിന് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആയി പോകും. നമ്മൾ ഡെഫിനിഷൻ പ്രകാരം ഇറ്റ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. സോ ആ കേസ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ y minus x square എന്ന് പറയുന്നത് എപ്പോഴും greater than or equal to 0 ആയിരിക്കണം. അതായത് this implies y greater than or equal to x square. y greater than or equal to x square. അപ്പോൾ ഇത് ഈ പറയുന്ന സംഭവം എന്തായിരിക്കും വരെ? y greater than or equal to x square എന്ന് പറയുന്ന എല്ലാ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റുകൾക്കും ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. y greater than or equal. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y greater than or equal to x square സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റുകളുമാണ്. സോ ദാറ്റ് ഈസ് അവർ ഡൊമൈൻ.
Now range എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all എന്തായിരിക്കും set of all positive real numbers ആയിരിക്കും 0 infinity എന്ന് പറയുന്ന it will be this is the domain എന്ന് പറഞ്ഞാൽ അപ്പോൾ d equal to collection of all x such that x comma y collection of all x comma y such that x square less than or equal to y x square less than or equal to y എന്ന് പറയുന്നത് ഈ അല്ലെങ്കിൽ y greater than or equal to x square ഇതായിരിക്കും ഇതിന്റെ ഡൊമെയിൻ വരിക range എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ collection of all real numbers positive real numbers 0 infinity ആയിരിക്കും so this will be the range and d is the domain of this particular function f of x y equal to root of y minus x square ഇവിടെ ഒരു ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ഡിഫൈൻ ആവുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിലത്തെ കാര്യം 0യോ പോസിറ്റീവോ ആയിരിക്കണം അത് വെച്ചിട്ട് നമ്മളൊരു ഡൊമെയിൻ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ now come to the third problem z equal to sin xy sin xy എന്ന് പറയുന്നത് sin എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് അറിയാമത് എല്ലായിടത്തും ആ ഫംഗ്ഷൻ ഫോർ എനി xy xും yയും എന്ത് തന്നെ ആയിക്കോട്ടെ the function is well defined അപ്പോൾ x നും y ക്കും അത് well defined ആണ് അപ്പോൾ what will be the domain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all d equal to set of all xy such that x comma y element of r അതായത് ടു ഡയമെൻഷണൽ സ്പേസ് ആയിരിക്കും ടു ഡയമെൻഷണൽ സ്പേസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ടു ട്യൂപ്പിളുകളാണ് ടു ഡയമെൻഷണൽ സ്പേസ് ദ ഹോൾ ടു ഡയമെൻഷണൽ സ്പേസ് വിൽ ബി ദ ഡൊമെയിൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ഫംഗ്ഷൻ ഏത് എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റും സൈൻ 1 ആണെങ്കിൽ സൈൻ 1 0 1 ആണെങ്കിൽ സൈൻ 0 അപ്പോൾ ഏത് എക്സ് വൈക്കും എക്സ് വൈ എന്ന് പറയുന്ന ടു ട്യൂബിൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സൈൻ എക്സ് വൈ കണ്ടുപിടിക്കാൻ പറ്റും ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എന്റെ ഡൊമെയിൻ അതായത് the whole two dimensional space r square എന്ന് പറയുന്നത് this is nothing but this is r square അപ്പോൾ r square എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡൊമെയിൻ ആയിട്ട് വരുന്നത് now what will be the range sin function ആണ് sin functionന്റെ range എന്താണ് sin functionന്റെ maximum value 1 ഉം minimum value -1 ആണ് ഈ 1 ന്റെയും -1 ന്റെ ഇടയിൽ ഇങ്ങനെ ഓക്സിലേറ്റ് ചെയ്തുകൊണ്ടേ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും maximum value 1 ഉം minimum value -1 ആണ് അപ്പോൾ the range x y എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ range equal to -1 1 അതായിരിക്കും അതിന്റെ റേഞ്ച് വരിക മോസ്റ്റ് ഒബ്വിയസ് ആണ് കാരണം എന്താ വെച്ചാൽ സൈൻ ഫംഗ്ഷൻ ആണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് വെൽ ഡിഫൈൻഡ് ആണ് ഫോർ എനി എക്സ് ആൻഡ് വൈ എനി റിയൽ നമ്പർ ദാറ്റ് ഇസ് വെൽ ഡിഫൈൻഡ് അതായത് എക്സ് വൈ അതുകൊണ്ട് എനി എക്സ് കോമ വൈ എനി ടു ട്യൂബിൾ അത് വെൽ ഡിഫൈൻഡ് ആണ് അപ്പോൾ ഹോൾ ആർ സ്ക്വയർ അതിന്റെ ഡൊമെയിനിൽ വരും റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 1 ആയിരിക്കും ഈ സൈൻ ആയതുകൊണ്ട് so that is our third problem now come to the fourth problem w equal to 1 by root of x square plus y square plus z square എന്ന് പറയുന്ന root of 1 by root of x square plus y square plus z square ഇത് എവിടെയാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത് അതാണ് അതിന്റെ ഡൊമെയിൻ ആയിട്ട് വരിക so what will be the domain d equal to എവിടെയാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത് നോക്കാണ് റൂട്ടിന്റെ ഉള്ളത് x square plus y square plus z square ആണ് എനി എക്സ് വൈ സെഡ് എനി ടു ട്യൂപ്പിൾ എക്സ് വൈ സെഡിന് അത് ഡിഫൈൻഡ് ആണ് കാരണം സ്ക്വയർ ആണ് വൈ സ്ക്വയറും സെഡ് സ്ക്വയറും ഒക്കെ പോസിറ്റീവ് ആണ് അപ്പൊ റൂട്ട് ഈ സംഭവം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഇറ്റ് ഇസ് ഓൾവേസ് പോസിറ്റീവ് അപ്പൊ അതിന്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത് ഏതൊരു എക്സ് വൈ സെഡിനും റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈനിൽ വരുത്താവുന്നതാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും 1 by 0 ഇൻഫിനിറ്റി വരും അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് അപ്പോൾ ഈ ഫംഗ്ഷൻ എവിടെ മാത്രമേ ഡിഫൈൻഡ് അല്ലാത്തുള്ളൂ ഒറിജിൻ 0 0 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ ഡിഫൈൻഡ് അല്ലാത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ എക്സ് വൈ ഇസെഡ് സച്ച് ദാറ്റ് എക്സ് വൈ ഇസെഡ് എലമെന്റ് ഓഫ് ആർ ആൻഡ് എക്സ് വൈ ഇസെഡ് നോട്ട് ഈക്വൽ ടു 0 എക്സ് വൈ ഇസെഡ് ഒന്നും തന്നെ 0 ആവാൻ പാടില്ല അങ്ങനെയുള്ള പോയിന്റുകളിലൊക്കെ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് അതായത് ദിസ് ഈസ് നത്തിങ് ബട്ട് ആർ ക്യൂബ് മൈനസ് ദ സിംഗിൾട്ടൺ സെറ്റ് 0 0 0 ആർ ക്യൂബ് മൈനസ് 0 0 0 ആണ് അതിന്റെ ഡൊമെയിൻ ആയിട്ട് വരിക ബാക്കിയുള്ള എല്ലാ ഈ 0 0 0 ഒഴികെ എല്ലാ പോയിന്റുകളും ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ് അപ്പോൾ ഹോൾ 3 dimensional space except the origin now range എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ range will be range equal to again 0 infinity range എന്ന് പറയുന്നത് 0 infinity ആയിരിക്കും അത് ഒബ്വിയസ് ആണ് x നും y z ഏത് വാല്യൂ കൊടുത്താലും ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും കിട്ടുക നെഗറ്റീവ് റിയൽ നമ്പറുകൾ കിട്ടില്ല 0 വരില്ല
you will not get 0. The range is open at 0, close 0 infinity 0 ഒഴികെ മറ്റ് പോസിറ്റീവ് എല്ലാ പോസിറ്റീവ് റിയൽ നമ്പറും അതിൽ വരും എക്സെപ്റ്റ് 0 ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കും ഈ ഫംഗ്ഷന്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആർ ക്യൂബ് മൈനസ് ഒറിജിൻ, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, അപ്പോൾ അതിൽ 0 എന്ന് പറയുന്ന നമ്പർ വരില്ല. Now, z equal to 1 by xy. 1 by xy. Again, ഇവിടെയും എളുപ്പമാണ്. 1 by xy, function of two variables ആണ്. This function is defined whenever the denominator is non-zero. അതായത് domain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ domain equal to set of all xy such that the product xy not equal to 0. ഈ ഇങ്ങനെയുള്ള എല്ലാ പോയിന്റുകൾക്കും ഈ ഫംഗ്ഷൻ well defined ആണ്. So this will be the set of collection of all two tuples xy such that the product xy not equal to 0. അതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിട്ട് വരിക. Again, range എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ range equal to the set of all പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും എൻ്റെ റേഞ്ച് വരിക. 0 ഇതിനെ ഈ ഫംഗ്ഷൻ ഒരിക്കലും 0 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ 0 ഇൻഫിനിറ്റി എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഈ ഫംഗ്ഷന്റെ പോസിറ്റീവ് അല്ല it will be minus infinity to infinity except 0. Minus infinity range എന്ന് പറഞ്ഞാൽ minus infinity to infinity except 0. 0 എന്ന് പറയുന്ന വാല്യൂ അതിൽ ഉണ്ടാവില്ല. അപ്പോൾ minus infinity to infinity minus the point of the real number 0 ആയിരിക്കും ഈ ഫംഗ്ഷന്റെ റേഞ്ച് വരുന്നത്. കാരണം 0 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ 0 നെ നമ്മൾ ഒഴിവാക്കുന്നത്. 0 എന്ന് പറയുന്ന വാല്യൂ ആ ഫംഗ്ഷന്റെ റേഞ്ചിൽ ഉണ്ടാവുകയില്ല. So these are some small examples of functions of several variables, mainly 2 and 3 variables, their domain and simple example on their domain and their range. ഞാൻ അടുത്ത ചെറിയൊരു ഡെഫിനിഷൻ കൂടിയാണ് പറയുന്നത്. ഇന്റീരിയർ പോയിന്റ് എന്താണെന്നും ബൗണ്ടറി പോയിന്റ് എന്താണെന്നുള്ള രണ്ട് ചെറിയ ഡെഫിനിഷൻസും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കിയുള്ളത് അടുത്ത വീഡിയോകളിലായിട്ട് എടുക്കുന്നതായിരിക്കും. വാട്ട് ഇസ് ആൻ ഇന്റീരിയർ പോയിന്റ്? പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇന്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത്. ഇന്റീരിയർ ഉള്ളിൽ കിടക്കുന്ന പോയിന്റ്. അപ്പൊ എങ്ങനെയാണ് ഉള്ളിൽ കിടക്കുന്ന പോയിന്റിനെ മാത്തമാറ്റിക്കലി നമുക്ക് പറയാൻ സാധിക്കുക? അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പോയിന്റ് x0 y0 ഇൻ എ റീജിയൻ R ഓഫ് xy പ്ലെയിൻ. ഞാൻ 2 ഡയമെൻഷനിലേ പറയുന്നുള്ളൂ, അത് 3 ഡയമെൻഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പോയിന്റ് x0 y0 ഇൻ എ റീജിയൻ R ഓഫ് xy പ്ലെയിൻ ഈസ് an interior point of R if it is a center of a disk of positive radius that lies entirely inside R. അപ്പോൾ ഒരു പോയിന്റ് ഇന്റീരിയർ പോയിന്റ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാ നോക്കുക? ഇന്റീരിയർ പോയിന്റ് ആണെങ്കിൽ നമുക്ക് അത് സെന്റർ ആയിട്ട് ഒരു ചെറിയ സർക്കിൾ എങ്കിലും കിട്ടും. such that that circle completely lies inside R. ഇവിടെ നോക്കിയാൽ മതി x0 y0 എന്നുള്ളത് ഇതാണ് അതിന്റെ x0 y0. അത് സെന്റർ ആയിട്ട് ചെറിയൊരു സർക്കിൾ വരാൻ എനിക്ക് സാധിച്ചു. ആ സർക്കിള് ത്രൂ ഔട്ട് ഈ R എന്ന് പറയുന്ന റീജിയന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടുകയാണെങ്കിൽ that point x0 y0 is called an interior point. അങ്ങനെയുള്ള പോയിന്റ്, അപ്പൊ അങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷൻ എല്ലാം കൂടി കഴിഞ്ഞാൽ, എല്ലാ ഇന്റീരിയർ പോയിന്റുകളും കൂടെ കൂടി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഇന്റീരിയർ ഓഫ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് ഇന്റീരിയർ പോയിന്റ് എന്താണെന്നുള്ളതാണ്. ഇന്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ പോയിന്റ് ഇസ് കോൾഡ് ആൻ ഇന്റീരിയർ പോയിന്റ് ഇഫ് വി ക്യാൻ കൺസ്ട്രക്ട് എ സ്മോൾ സർക്കിൾ വിത്ത് സെന്റർ that particular point x0 y0 that completely lies inside R. ഇവിടുത്തെ പോലെ ഇതാണ് x0 y0 എങ്കിൽ അതിന് ചുറ്റും ചെറിയൊരു സർക്കിൾ, ആ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ആ റീജിയൻ ഉള്ളിൽ കിടക്കുന്ന രീതിയിൽ സർക്കിൾ കിട്ടുകയാണെങ്കിൽ അത് ഇന്റീരിയർ പോയിന്റ്. വളരെ ബേസിക് ആയിട്ടുള്ള എളുപ്പമുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്റീരിയർ പോയിന്റുകളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കളക്ഷനെയാണ് നമ്മൾ ഇന്റീരിയർ എന്ന് പറയുന്നത്. ഇന്റീരിയർ ഓഫ് ദ റീജിയൻ ആർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ജസ്റ്റ് റിമെമ്പർ ഇന്റീരിയർ പോയിന്റുകൾ എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇന്റീരിയർ എന്ന് പറയും. വാട്ട് ഈസ് ബൗണ്ടറി പോയിന്റ്? ഇതിന്റെ നേരെ വിപരീതമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വേറെ തരത്തില് മറ്റു അതർ സൈഡ് ആണ് ഈ ബൗണ്ടറി പോയിന്റ് എന്ന് പറയുന്നത്. എന്താ ബൗണ്ടറി പോയിന്റ്? എപ്പോഴാണ് ഒരു ബൗണ്ടറി പോയിന്റ് ബൗണ്ടറി പോയിന്റ് ആകുക? ഒരു പോയിന്റ് ബൗണ്ടറി പോയിന്റ് ആവുമെങ്കിൽ ഇവിടെ നോക്കൂ, ഈ ബൗണ്ടറിയിൽ കിടക്കണം. ഈ ബൗണ്ടറിയിൽ കിടന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഏത് സർക്കിൾ, ഈ പോയിന്റ് വെച്ചിട്ട് ഏത് സർക്കിൾ, എങ്ങനെ സർക്കിൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാലും ആ സർക്കിളിനുള്ളിൽ ഈ റീജിയനിൽ പുറത്തുള്ള പോയിന്റുകൾ ഉണ്ടാവും. If this is a point, this is a boundary point. ബൗണ്ടറിയിൽ കിടക്കുന്ന പോയിന്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി പറയുമ്പോൾ ബൗണ്ടറിയിൽ കിടക്കുന്ന പോയിന്റ് എന്ന് പറയാൻ സാധിക്കില്ല. അതിന് മാത്തമാറ്റിക്കലി വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ വേണം. This point is a boundary point കാരണം if we draw a circle with center as its particular point, that circle will contain the points other than those points in R. R ലല്ലാത്ത പോയിന്റുകൾ എത്ര ചെറിയ സർക്കിൾ പറഞ്ഞു കഴിഞ്ഞാലും
ആ സർക്കിളിനുള്ളിൽ ആറിൽ നിന്ന് ഔട്ട്സൈഡിലുള്ള പോയിന്റുകൾ ഉണ്ടാകും. അതാണ് ബൗണ്ടറി പോയിന്റ് ഡെഫിനിഷൻ. x0 y0 is a boundary point of R if every disk with center x0 y0 contains points other than that of R. ആറിലില്ലാത്ത പോയിന്റുകൾ ഏത് സർക്കിൾ എടുത്താലും x0 y0 സെന്റർ ആയിട്ട് ഏത് സർക്കിൾ എടുത്താലും R0 അല്ലെങ്കിൽ ആ റീജിയനിൽ ഉള്ള പോയിന്റ് ഉണ്ടാവും, കൂടാതെ അതിലില്ലാത്ത പോയിന്റുകൾ ഉണ്ടാവും. ഏത് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ ഏത് സർക്കിൾ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ, അതിൽ ആറിൽ നിന്ന് പുറത്തുള്ള പോയിന്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള പോയിന്റുകളെയാണ് നമ്മൾ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ വി വിൽ സ്റ്റോപ്പ് ഫോർ നൗ. അടുത്ത വീഡിയോയിൽ ഈ ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസിന്റെ വേറെയും കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ, എന്താണ് ഡൊമെയിൻ, എന്താണ് റേഞ്ച്, എന്താണ് ഇന്റീരിയർ പോയിന്റ്, എന്താണ് ബൗണ്ടറി പോയിന്റ്, പിന്നെ 2-3 എക്സാമ്പിളുകൾ വഴി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഡൊമെയിനും റേഞ്ചും എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. അത്ര മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ഫർദർ ക്ലാസ്സുകളിലേക്ക് ഫർദർ ടോപ്പിക്കുകളിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ.